കയ്യിരിപ്പാണ്. ഒരു സ്പോർട്സും ഫാമിലി എൻ്റർടൈൻമെൻറ്റും എന്താ പറയുക, ഇത് വലിയൊരു ഫാമിലി നമ്മളെ ഈ എടുത്തിരിക്കുന്ന ഈ ക്രൂ മെമ്പേഴ്സും ഒക്കെ ഒരു ഫാമിലി പോലെയാണ്. ഞങ്ങളെ കുറേ പിള്ളേർക്ക് അവസരം ഇല്ലാത്ത കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഞങ്ങൾക്കുള്ള പടത്തിലേക്ക് ഒന്ന് കയറണം, ഒന്ന് വലിയ ബിഗ് സ്ക്രീനിലൊക്കെ ഒന്ന് കാണുന്നത് നമ്മൾ ഇതിനു വേണ്ടി നടക്കുന്ന പിള്ളേരാണ്. അപ്പോൾ നമ്മുടെ സ്വന്തമായിട്ട് സഞ്ജുവായിട്ട് ഞങ്ങൾക്ക് ഒരു ചാൻസ് തന്നു. ചെറുതാണെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി ഞങ്ങൾക്കൊരു ചാൻസ് തന്നു. നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊക്കെ ഒരു ഡ്രീം ഉണ്ട്, ഇങ്ങനെ ബിഗ് സ്ക്രീനിലൊക്കെ കാണണം, ഞങ്ങൾക്കൊരു ഡ്രീം ഉണ്ട് പറഞ്ഞു. അത് നമുക്ക് നമ്മുടെ ഏട്ടൻ സാധിച്ചു തന്നു. അപ്പോൾ അതിന് ഭയങ്കര സന്തോഷമുണ്ട്, ഇത് കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും പോയി കാണണം, ഇത് വിറ്റാക്കണം, അപ്പം കപ്പടിക്കണം. പ്രേക്ഷകരായിരുന്നു കുറെ കാത്തിരിപ്പിന് ശേഷം ആ വീടുണ്ടല്ലോ കാത്തിരിപ്പെന്ന് ഞങ്ങൾ കുറച്ചധികം നാളായിട്ട് ഈ സിനിമയുടെ പിന്നാലെയാണ്. അപ്പോൾ അത് ഇന്ന് പ്രാവർത്തികമായി അല്ലെങ്കിൽ തിയേറ്ററിൽ റിലീസായി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം. അത് ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ്, എൻ്റെ കൊളീഗ്സ് ഇവരെ കൂടെ ഇരുന്നത് കണ്ടപ്പോൾ ആ ഒരു ഫീല് ഏതൊരു ഡയറക്ടർക്കും ആദ്യ സിനിമ കണ്ട് ഇറങ്ങുമ്പോഴൊരു ഫീലിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു ഫീൽ. പിന്നെ സിനിമ ഇപ്പം ഇമോഷണലി വർക്കായി എന്നുള്ളൊരു വേർഡ് കേൾക്കുമ്പോൾ അതും ഭയങ്കര സന്തോഷം തരുന്നു. ഇപ്പം ആ എടുത്ത പണിക്ക് ഒരു ഉത്തരമുണ്ടായി ഫീൽ. റൈറ്ററാണ് അഖിലേഷ്. പിന്നെ പറയാനുള്ളത് ആദ്യത്തെ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്കും ഉള്ള അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. അത് തന്നെ അവസ്ഥ, ആ ഒരു ഫീൽ ഫാമിലി ആയിട്ട് ഞാൻ കണ്ടപ്പോൾ എൻ്റെ വീട് ഇവിടെ തന്നെ ഇടപ്പുള്ളതാണ്. ഞാൻ എപ്പോഴും എല്ലാം മിക്ക സിനിമക്കും എൻ്റെ സിനിമ കണ്ടിറങ്ങുള്ള ഫീല്. അപ്പോൾ ഞാൻ എന്ത് പറയാൻ രണ്ട് റൈറ്റേഴ്സാണ്, അതിൽ രണ്ടാമത്തെ ആളാണ് ഡെൻസ്. ഇത് തന്നെ അവസ്ഥ. അല്ല, അകത്തുനിന്ന് ഇപ്പോൾ ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. സോ അത് ഭയങ്കരമായിട്ടൊരു ഹാപ്പിനെസ് തരുന്നുണ്ട്. കൂടുതൽ ഫാമിലീസ് എത്തുക, കൂടുതൽ ഫാമിലി ആയിട്ട് തന്നെ ഈ പടം കാണുക എന്നേ പറയാനുണ്ട്. എല്ലാവരും ഒന്ന് കാണണം. പഠിച്ചു ഒരുപാട് സമയങ്ങളിൽ കൈയടിയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര തോന്നുന്നു, എക്സൈറ്റഡ് ആയിരുന്നു. ഇങ്ങനെ വർക്കൗട്ട് ആവുന്ന പേടിയുണ്ടായിരുന്നു. ഇങ്ങനൊരു പരിപാടി ചെയ്യാൻ പറ്റിയല്ലേ. ചങ്ക് കൂട്ടുകാരനായിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളാണല്ലോ. എന്ത് തോന്നുന്ന ഒരു ഫീൽ എങ്ങനെ ഉണ്ടായിരുന്നു? മാത്യൂസിനോട്ടുള്ള അഭിനയമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് കൂളായിരുന്നു. മാത്യു ഞങ്ങൾ കമ്പനിയായിരുന്നു. അതുകൊണ്ടാണുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ ഞങ്ങൾ തമ്മിലൊരു സാധനം തോന്നുന്നുണ്ടെങ്കിൽ അത് മാത്യു ഇങ്ങോട്ട് തന്നിട്ടുള്ള ഇതുകൊണ്ടിട്ട് ഞാൻ ഓപ്പോസിറ്റ് ചെയ്തിട്ട് മാത്രമേ. ഇപ്പോഴാണോ പടം കാണുന്നത്? ഞാൻ 2 ദിവസം മുന്നേ പ്രിവ്യൂ കണ്ടിരുന്നു. ഇവിടെ കാണും, ഇവിടെ ഇപ്പോഴാണ്. ഓഡിയൻസിൻ്റെ കൂടെ കണ്ടപ്പോൾ ഒരു എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്രണ്ട്സിൻ്റെയും കൂടെ എല്ലാവരും കൂടെ ഇരുന്നു. ഞാൻ കുറച്ച് പടങ്ങൾ ഇതിനോട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗപ്പിയിലൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ 17ാമത്തെ പടം ഇത്. എനിക്ക് ഇതുവരെ ഒരു പടത്തിനും ഇത്ര നല്ലൊരു ഫീഡ്ബാക്ക് എൻ്റെ ഫാമിലിയുടെ അടുത്തൊന്നും ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും കിട്ടിയിട്ടില്ല. ഹാപ്പിയാണോ?